ആരെങ്കിലും സാമ്പത്തിക സഹായം ഓഫർ ചെയ്തു ഈ സഹായം അവിടെ നിൽക്കാൻ? മൊത്തം കേരളം പറഞ്ഞതാ. മനാഫ്ക എനിക്ക് ഇപ്പൊ വിവാഹത്തിൽ പോലില്ല, എന്നാലും ഇതിന്റെ കാര്യത്തിലേക്ക് വരാം. മനാഫ്ക മൊത്തം കർണാടകയ്ക്ക് എത്ര ചെലവായത് ഞാൻ ഒരു കമന്റ് കണ്ടിരുന്നു, കേരള അയച്ചു തരുമെന്ന്. എനിക്ക് എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരൊറ്റ ഷോർട്ട് വീഡിയോ, എനിക്ക് പണം ആവശ്യമുണ്ട്, എൻ്റെ പ്രയാസങ്ങളുണ്ട്, മനാഫാണ് പറയുന്നത്, ഇതാണ് ഗൂഗിൾ പേ നമ്പർ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 50 കോടിയെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ വന്നു പോകും. കാരണം ഇനി അത്രമാത്രം ആളുകൾ ആ വിഷയത്തിൽ സഹായിക്കാൻ തയ്യാറായി, സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. സഹായിക്കണം ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. ഞാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്യാൻ നിൽക്കില്ല. പറഞ്ഞ പോലെ ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ആക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വിവാദമായിരിക്കുന്നത്. അത് മനാഫിന്റെ അറിവോടുകൂടി തുടങ്ങിയ ആക്ഷൻ കമ്മിറ്റി തന്നെ നൗഷാദ് തെക്കയിലും വിനോദ് ആവശ്യം വരും. അതായത് ഏത് സംവിധാനത്തിനോടാ കളിക്കുന്നതെന്നുള്ളത് ഉത്തമ ബോധം എനിക്കുണ്ട്. ഞാനൊരു വലിയൊരു സംവിധാനത്തിനോടാ കളിക്കുന്നത്, അതിൽ ഒരു സ്റ്റേറ്റ് വിടും അങ്ങനെ. അപ്പം എനിക്ക് എൻ്റെതായ എന്താ പറഞ്ഞാൽ ഏത് മാർഗമാണ് ഞാനത് സ്വീകരിക്കും. ഈ മാർഗങ്ങളൊക്കെ പ്രഷർ ചെയ്തിക്കണ്, ഹൈക്കോടതിയിലെ കേസ് അടക്കം. അല്ലാതെ സ്വയം ഇഷ്ടപ്രകാരമാണെങ്കിൽ 72 ദിവസം കൊണ്ട് അല്ലല്ലോ, അതിൻ്റെ മുമ്പേ ചെയ്ത് തീർക്കാവുന്ന കാര്യമുള്ളതിന്. ഇവരൊക്കെ ഞാനൊരു വിവാദത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ ഓരോ അതെ. നമ്മളിത് എന്താ പറഞ്ഞാല് ഒരു അർജുന്റെ ഫാമിലി അല്ല, അർജുന്റെ ഫാമിലി എന്റെ ഫാമിലി. ഞാൻ പറയുന്നത് പുറമെ ഉള്ള ആളുകൾ, ഇതിൽ കളിക്കുന്ന ആളുകൾ എന്റെ വായ തുറപ്പിക്കാതെ നിൽക്കണതാണ് ഒരു ഏറ്റവും നല്ലത്. മിണ്ടാതെ പോയ വിവാദങ്ങൾ ഉണ്ടാവുകയല്ലോ. കേരളം വളരെ കേരളത്തിന്റെ ഒരു മാതൃക ലോകത്തിന്. നമ്മളിത് എന്താണ്, ഒരു പാവപ്പെട്ടവന്, ഒരു സാധാരണക്കാരൻ തുടങ്ങിയ ഒരു സമരം, കുറെ ഒരു പറ്റം സാധാരണക്കാരായ ഈശ്വർ മൽപ്പ, അങ്ങനെയുള്ള പല ആൾക്കാർ, രഞ്ജിത്ത്, അങ്ങനെ ഒരു കൃഷ്ണദാസിന്റെ കൂടെ രാവും പകലും കൂടെ നടന്ന ആളുകളാണ്. പിന്നെ എൻ്റെ കുടുംബം, അൽഫു, ബാബുക്ക, അങ്ങനെ കുറെ ആളുകൾ തുടങ്ങിയ, പിന്നെ ഈ ആക്ഷൻ കമ്മിറ്റിൻ്റെ ആൾക്കാർ, നൗഷാദ് തെക്കയിൽ, വിനോദ് മെക്കോത്ത്, മനോജ് പാറാണ്ടി, ഇങ്ങനെ ഇവരൊക്കെ പേരെന്നെ എടുത്ത് പറയണോ, സുരേഷ് ഏട്ടൻ, പാളയം സുരേഷ് ഏട്ടൻ, ഇങ്ങനെ സാധാരണക്കാരായി ഇവരൊക്കെ. ഈ ഒരു സാധാരണക്കാരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് വളരും എന്നുള്ളത് കൊണ്ടാണ് പേടി. ഭരണകൂടങ്ങൾക്ക് ഇത് വളർന്ന് വലുതായി പോവും പെട്ടെന്ന്.